എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അടുക്കള തുറന്നുകൊടുത്തു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അടുക്കള നിർമ്മിച്ചത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 2022-23 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിന് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അടുക്കളയുടെ ഉദ്ഘാടനമാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇത് നിർവഹിക്കേണ്ടത് അധ്യക്ഷ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അവർക്ക് പെട്ടെന്ന് വേറൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്ത് വന്നു നിൽക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ഷാനിബ ടീച്ചറിന്റെ ഡിവിഷനിൽ 6 സ്കൂളുകളാണ് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളായിട്ടുള്ളത്. ഓരോ സ്കൂളുകളിലും വിവിധ ആവശ്യങ്ങൾ ടീച്ചർ അവിടെ അവതരിപ്പിക്കാറുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകളിൽ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്കൂളിലേക്കും ഒരു പദ്ധതി എന്നുള്ള രീതിയിലെങ്കിലും ഓരോ വർഷവും അനുവദിക്കാൻ കഴിയാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 22-23 ഈ സ്കൂളിലേക്ക് അനുവദിച്ച 10 ലക്ഷം രൂപയുടെ പ്രവർത്തനമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ നവാസ് PA റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദീർഘകാലമായി സ്കൂളിൽ ഉച്ചഭക്ഷണം ഒരുക്കുന്ന പത്മാവതി അമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ആദരിച്ചു. ആനക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PC രാജു, CP സവിത ടീച്ചർ, PK ബാലചന്ദ്രൻ, VP സജിത, ബഷീർ, T സ്വാലിഹ്, PTA പ്രസിഡന്റ് PA അബ്ദുൾ ഷുക്കൂർ, AEO PV സിദ്ദിഖ്, തൃത്താല BPCK പ്രസാദ്, ഹെഡ് മിസ്ട്രസ് ശകുന്തള, PP അബ്ദുൾ ഹമീദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.